ഈടെയായിട്ടെ ചിലവന്മാർക്ക് ഓരോ എല്ല് കൂടിയിട്ടുണ്ട്. AI വോയിസ് ആണ്, അതായത് ഞങ്ങളൊക്കെ പറഞ്ഞ വോയിസ് AI വോയിസ് ആണെന്നാണ് പറഞ്ഞതിൽ. ഇത്രയും നേരം നീ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തൊരു മണ്ടനാണ് ഞാൻ എന്ന് നീ കരുതുന്നുണ്ടോ? വേണ്ടാത്ത ആവശ്യമില്ലാത്ത അശ്ലീല തെറികളടക്കം, അതായത് AI പോലും അറിയാത്ത തെറികളടക്കം ഉൾപ്പെടുത്തിയിട്ട് കണ്ണൂർ സ്ലാങ്ങിൽ AI എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കിതുവരെ സൂപ്പർ ചാറ്റിൻ്റെ സൗണ്ട് എങ്ങനെ ഓഫാക്കാൻ അറിയാത്ത ആൾക്കാരാണ് അത് നമ്മൾ ഉദ്ദേശിച്ചാണ് ഈ AI ഉണ്ടാക്കിക്കണമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ലേ? അതിവിടെ എനിക്ക് മാത്രമല്ലല്ലോ. ഈ ലൈവ് ഇട്ട ആൾക്കാർക്ക് ആൾക്കാർ ഇങ്ങനെ വരെ സൂപ്പർ ചാറ്റിൽ 10ഉം 20ഉം ഇട്ടിട്ട് തെറി വിളിക്കുന്നുണ്ട്. സ്വാഭാവികം. അപ്പൊ ഇതിന്റെ സ്വിച്ച് അറിയണില്ല അവർക്ക്, ഇത് എവിടെ നിൽക്കിയത് ഓഫ്. അപ്പൊ എല്ലാവരും ഇരുന്ന് തപ്പാണ്. അല്ല ഇതിപ്പോ എവിടെയാ ഞെക്കണ്ടത്? കോലോട് ചോദിച്ചിട്ട് ഈ വിവരം എവിടെയും നെക്കിട്ട് നമ്മളെ ഡീസന്റ് കളയണ്ട. അപ്പൊ ഇത്രയും അന്തല്ലാത്തൊരു ടീമിന് ഇത്ര വലിയൊരു AI, അതായത് AI ബന്ധങ്ങളിലേക്ക് പോകാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് ഞാൻ കൃതാർത്ഥനായി. ഇതെന്റെ പാർട്ട്ണർ വില്യം, നല്ല ബുദ്ധിയുള്ള ചെറുപ്പക്കാരനാണ്. അപ്പൊ ഇവര് പറയണ ഈ AI വോയിസിൽ യാതൊരു, അതായത് ഒരു തരത്തിലും 100%-ൽ 1% പോലും ന്യായമില്ലാത്ത കാര്യമാണ്. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. നമ്മളെ തന്നെ സുഹൃത്തിന്റെ ഭാര്യയെ എത്രത്തോളം മോശമായ രീതിയിലാണ് ഇവരിത് ചിത്രീകരിച്ചതെന്നുള്ളത്. അവൻ ആള് ശരിയല്ല, ഞരമ്പ് രോഗിയാ. ഞങ്ങളിത് കണ്ടിട്ട് സ്റ്റക്കായി നിന്നു. എനിക്കൊന്നും മേലായെ ഓർത്തിട്ട് എന്റെ ചങ്കു പൊടിയുന്നു. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിന് ഈ പാവം ഞങ്ങളെ വീട്ടിലൊരു കുട്ടി ഞങ്ങളെ വലിച്ചിട്ടുണ്ട്? അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയാ. ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. അപ്പം ഈ പുറത്ത് വിട്ട ആൾക്കാരും ഈ ശബ്ദരേഖയിലുള്ള ആൾക്കാരും ഒക്കെ ഈക്വലി എന്താണ് ഇതിന്റെ ഒരു പാർട്ടാണ്. പുതിയ പിള്ളേരാണേ, എച്ചിത്തരം മാത്രമേ കണ്ട് ശീലിച്ചിട്ടുള്ളൂ. പറഞ്ഞിട്ട് കാര്യം എന്താ? നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ എന്ന് കരുതി അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. താൻ ധരിക്കരുത്. ഇവർ ചെയ്ത തെറ്റ് ഒരിക്കലും ഒരു മാപ്പ് അർഹിക്കണ തെറ്റുപോലല്ല. ഞാൻ അനുഭവിച്ച വീർപ്പുടൽ നിനക്ക് അറിയില്ലടാ. അതായത് വന്ന് മാപ്പ് പറഞ്ഞാൽ പോലും നമുക്ക് അതിന്റെ ഒരു സങ്കടമോ അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നുണ്ടായ ഒരു നഷ്ടം തീരൂല. നമ്മളിനി എന്ത് ചെയ്യും? മേലും കീഴും നോക്കാതെ ഓരോന്നും ചാടി പുറപ്പെട്ടാ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ SIക്ക് കംപ്ലൈന്റ് കൊടുത്തു. വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പളക്കം മനസ്സിലായോ? പോലീസുകാരന്റെ ബൂട്ടിന്റെ ടാറ്റു എന്റെ നെഞ്ച തൊട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാവിലെ നമ്മൾ ആലുവ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർകളെ കണ്ട് ഞങ്ങളെ പരാതി എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് വിശദാംശങ്ങൾ സ്വീകരിച്ചിട്ട് നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള മാർഗങ്ങൾ സാറ് സ്വീകരിക്കാന്ന് പറഞ്ഞു. അറസ്റ്റും ലോക്കപ്പും നോക്കണ്ട, എല്ലാം സംഭവിക്കാൻ പോണ അങ്ങനെ തന്നെയാ. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ വ്യക്തികളുടെ കേസിൽ ഞങ്ങൾ ഒരിക്കലും ബാക്കിലേക്ക് നിൽക്കാനില്ല. മുമ്പോട്ട് വെച്ച കാർ പുറകോട്ടെടുക്കുന്നവനല്ല ഈ സാഗർ കോട്ടപ്പുറം. ആരൊക്കെയാണോ ഞങ്ങളെ കുട്ടീനെ ആവശ്യമില്ലാണ്ട് നോവിച്ചത്, നിയമപരമായിട്ട് അതിൻ്റെ അറ്റ്മോസ്റ്റ് എൻഡ് വരെ എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റും അതുവരെ ഞങ്ങൾ എന്തൊക്കെ വന്നാലും ഞങ്ങൾ പോയിരിക്കും. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുന്നതാണല്ലോ നല്ലത്. ആലോചിച്ചപ്പോ ഇതേ ഒരു വഴി കണ്ടുള്ളൂ. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി.